നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ കാണുന്നത് നമ്മുടെ ഇത്രയും പോർഷൻ മാത്രമാണ് അല്ലേ. ഇത്രയും തന്നെ കാണുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത്. ബാക്കിയുള്ള ഈ ഭാഗം മുഴുവൻ എന്താണ്, നമ്മൾ ടൈറ്റാനിക്കിൽ ആ ഒരു ഐസ് അല്ലേ, ആകെ കണ്ടത് കുറച്ച് ഭാഗമാണ്, ബാക്കി മുഴുവൻ കടലിനടിയിലായിരുന്നത് പോലെ നമ്മുടെ ബാക്കിയുള്ള മെജോറിറ്റി ഭാഗം എവിടെയാണ്, നമ്മളുടെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്ര കോടാരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു ഐയുടെ ഡയഗ്രാം നമ്മൾ എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. ആൻഡ് ഇത് ഓൾറെഡി എൻ്റെ മക്കളെല്ലാവരും കുറേ പേരൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് മിസ് വിചാരിക്കുന്നു. പക്ഷേ എക്സാമിന് മുൻപായിട്ട് ഒന്നുകൂടി ഈ ഒരു ഐയുടെ ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാനും അതേപോലെ തന്നെ ഭാഗങ്ങൾ ലേബിൾ ചെയ്യാനാണ് മിസ് കാണിക്കുന്നത്. പറയാത്ത മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല തരത്തിൽ ക്വസ്റ്റ്യൻ വരും. ഒന്ന് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ, ചിലപ്പോൾ ഇവരുടെ ഫംഗ്ഷൻസ് തന്നിട്ട് ഏത് ഭാഗമാണെന്ന് പറയാൻ പറയും, ചിലപ്പോൾ ഓൾറെഡി ABCD തന്നിട്ടുണ്ടാവും, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. ഓക്കെ, സോ ഒട്ടും സമയം കളയുന്നില്ല. ഇതാണ് നമ്മളുടെ ഐ അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു സ്ക്ലീറ, ഇതാണ് നമ്മൾ കാണുന്ന കണ്ണിൻ്റെ ആ ഒരു വൈറ്റ് കളറുള്ള ഭാഗമാണിത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മളുടെ കോർണിയ. ഓക്കെ, ഇതാണ് നമ്മളുടെ കൺജങ്ക്ടൈവ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ആ ഒരു കൺപോള, ഇവിടെ നമുക്ക് കൺപീലിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മിസ് വരയ്ക്കാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം ഡയഗ്രമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഐബോൾ വരയ്ക്കാം. സോ ഇത് നമ്മുടെ ഐബോൾ ആക്കി എടുക്കാം. റെഡി. അപ്പോൾ ഈ ഐബോൾ ഇങ്ങനെയല്ല അല്ലേ, നമുക്ക് എന്താണ്, ഫ്രണ്ട് ഭാഗം കുറച്ച് പ്രൊജക്റ്റഡ് ആണ് അല്ലേ. തുടക്ക ഭാഗം നമുക്ക് എന്താണ്, കുറച്ച് മുന്നിലേക്ക് ഉന്തിയ പോലെയാണ് നമ്മുടെ ഐബോൾ ഉള്ളത്. സോ ഇവിടെ നമുക്ക് നമ്മുടെ കോർണിയ ഇങ്ങനെ കുറച്ച് മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ മിസ് ഇപ്പോൾ ഈ വരച്ചിട്ടുള്ള ഈ പ്രൊജക്റ്റഡ് പോർഷൻ ഇല്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർണിയ എന്ന് പറയുന്നത്. കോർണിയ, ഈ കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി അല്ലെങ്കിൽ ഏറ്റവും പുറമേയുള്ള ലെയറായിട്ടുള്ള സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലത്തിൻ്റെ തുടർച്ചയാണ്. ഓക്കെ, സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലത്തിൻ്റെ തുടർച്ചയാണ് നമ്മളുടെ കോർണിയ. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്ലീറ എന്താണ്, ഒപ്പേക്കാണ്, അതാര്യമാണ്. പക്ഷേ കോർണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആണ്, സുതാര്യമാണ്. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, അതാണ് ഒരു വ്യത്യാസം. ഓക്കെ, സുതാര്യമാണ് നമ്മൾ പറയും. ഇനി നമ്മളുടെ ഈ സ്ക്ലീറേനെ മാത്രം അല്ലെങ്കിൽ ദൃഢപടലത്തിനെ മാത്രം കവർ ചെയ്തുകൊണ്ട് നമുക്ക് പുറമേ കാണുന്ന ആ ഒരു ലെയറാണ് നമ്മളുടെ കൺജങ്ക്ടൈവ എന്ന് പറയുന്നത്. കൺജങ്ക്ടൈവ ഇത് നമ്മുടെ ഒരു ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണിനെ എപ്പോഴും നനവുള്ളതാക്കാൻ കൺജങ്ക്ടൈവ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മളുടെ ഏറ്റവും പുറമേ ഉള്ള ലെയറിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മളുടെ മധ്യഭാഗം അല്ലെങ്കിൽ മിഡിൽ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മളുടെ മിഡിൽ ലെയർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും, കൊറോയിഡ്. കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. സോ ഈ കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലത്തിനാണ് ഒത്തിരി ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകളൊക്കെ കാണുന്നത്. ആൻഡ് ഇതിങ്ങനെ മുൻഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു മസിൽസ് ഫോം ചെയ്യും. ഓക്കെ, ഇത് ഈ മുൻഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ കുറച്ച് മസിൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ മസിൽസിനെയാണ് നമ്മൾ പറയുന്നത് സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികൾ. സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികൾ എന്ന് പറയും. ഓക്കെ, ആൻഡ് സീലിയറി പേശികളിൽ നിന്ന് തുടർച്ചയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുൻഭാഗത്തേക്കൊരു വിരൽ പോലെ ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെ വിരൽ പോലെ വരുന്ന ഈ പ്രൊജക്ഷനെയാണ് നമ്മൾ പറയുക ഐറിസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഐറിസ്. മലയാളത്തിലും ഐറിസ് എന്നാണ് പറയുക കേട്ടോ, ഐറിസ്. ഇനി ഈ ഐറിസിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് കാണുന്നില്ലേ മക്കളെ, ഈ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പറയുക പ്യൂപ്പിൾ. ഇതിലൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നത്. റെഡി. ഇനി ഇതിൻ്റെ ഈ നടുവിലായിട്ട് നമുക്ക് ആരെ കാണാം, നമ്മളുടെ കോൺവെക്സ് ലെൻസ് കാണാം. നമ്മളുടെ കണ്ണിൻ്റെ കോൺവെക്സ് ലെൻസ് കാണാം. ഓക്കെ, ഈ കോൺവെക്സ് ലെൻസ് ഇവിടെ എയറിൽ നിൽക്കുകയല്ല ചെയ്യുക, ഇവിടെ നിന്ന് വളരെ തിന്നായിട്ടുള്ള ലിഗമെൻറ്റ്സ്, സീലിയറി മസിൽസിൽ നിന്ന് വരുന്ന കുറേ ലിഗമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലെൻസിനെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ സ്നായുക്കളാണ് ഈ മസിൽസിനെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നത്. ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ സ്നായുക്കൾ ലെൻസിനെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ സ്നായുക്കളും സീലിയറി മസിൽസുമാണ് നമുക്ക് അകലെയുള്ള വസ്തുവിനെയോ അതേപോലെ തന്നെ അടുത്തുള്ള വസ്തുവിനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മളെ ലെൻസിൻ്റെ ഈ കർവേച്ചർ അല്ലെങ്കിൽ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഉള്ളിലുള്ള നമ്മളുടെ ലെയറാണ് നമ്മൾ പറയും റെറ്റിന.
ആൻഡ് ഇവിടെയാണ് നമ്മളുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം പ്രകാശഗ്രാഹി കോശങ്ങളായിട്ടുള്ള നമ്മളുടെ കോൺ സെൽസും റോഡ് സെൽസും കാണുന്നത്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് റെറ്റിന എന്നാണ് എഴുതേണ്ടത്. റെറ്റിന ഇവിടെയാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്നത്. റെറ്റിന ആൻഡ് റെറ്റിനയിൽ ഇവിടെ ഒരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങളുള്ള ഈ ഭാഗം ഇവിടെ ഒരു ചെറിയൊരു ഡിപ്രഷൻ പോലെയുണ്ട്, ഒരു ചെറിയ കുഴി പോലെ. ഇതിനെയാണ് നമ്മൾ പറയുക യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു. അപ്പം നമ്മളുടെ ഇമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ക്ലാരിറ്റി, ഏറ്റവും തെളിമയാർന്ന പ്രതിബിംബം രൂപപ്പെടുന്നത് യെല്ലോ സ്പോട്ടിലാണ്. മലയാളത്തിൽ പീതബിന്ദു എന്ന് പറയും. പീതബിന്ദു അല്ലെങ്കിൽ ഈ യെല്ലോ സ്പോട്ടിൻ്റെ താഴെയായിട്ട് ഇവിടെ മറ്റൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ വേറൊരു പോയിൻ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സും ഇല്ല, ആരുമില്ല. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മളുടെ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്റ്റിക് നെർവ്. അപ്പോൾ നമ്മുടെ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റാണ് നമ്മൾ പറയുക ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു. ആൻഡ് അന്ധബിന്ദുവിൽ നിന്നാണ് നമ്മളുടെ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാഡി തുടങ്ങുന്നത്. നേത്രനാഡി. റെഡി? ഇനി നമ്മളുടെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 2 ചേമ്പേഴ്സ് കാണാം. ഇവിടെ ഒരറ, ഇവിടെ നമുക്കൊരു ചേമ്പർ കാണാം. ആൻഡ് ഇവിടെ മറ്റൊരു ചേമ്പർ കാണാം. റെഡി അല്ലേ? അപ്പം ഇതിൽ നമ്മൾ റെറ്റിനയുടെയും അതേപോലെ തന്നെ നമ്മളുടെ ലെൻസിൻ്റെയും ഇടയിലുള്ള ഈ ചേമ്പർ, ഈ ഒരു അറേനെയാണ് നമ്മൾ പറയുക റെറ്റിനയുടെയും നമ്മളുടെ അതേപോലെ ലെൻസിൻ്റെയും ഇടയിലുള്ള ഈ അറയാണ് വിട്രിയസ് ചേമ്പർ, അല്ലെങ്കിൽ നമുക്ക് പറയാം വിട്രിയസ് അറ. ഈ വിട്രിയസ് അറ അല്ലെങ്കിൽ വിട്രിയസ് ചേമ്പറിൻ്റെ ഉള്ളിലാണ് ജെല്ലി പോലത്തെ വിട്രിയസ് ഫ്ലൂയിഡ് ഉള്ളത്. നമ്മുടെ ലെൻസിൻ്റെ കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ വിട്രിയസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വിട്രിയസ് ദ്രവമുണ്ട്. ജെല്ലി ലൈക്ക് ഫ്ലൂയിഡാണ്, ജെല്ലി പോലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഐയുടെ ഷേപ്പ്, കണ്ണിൻ്റെ ആകൃതി നിലനിർത്താനാണ് സഹായിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മളുടെ ലെൻസിൻ്റെയും കോർണിയയുടെയും ഇടയിലുള്ള ആ ഒരു ചേമ്പറാണ് അക്വസ് ചേമ്പർ. അതിൻ്റെ ഉള്ളിലുള്ളതാണ് അക്വസ് ഫ്ലൂയിഡ്. എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയുള്ള ഒരു സാധാരണ നമ്മളുടെ ദ്രാവകം പോലെ ഒരു ഫ്ലൂയിഡ് ലൈക്ക് ആയിട്ടുള്ള ഇതാണ് അക്വസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്യുന്നത് ബ്ലഡിൽ നിന്നാണ്. എന്നിട്ട് തിരികെ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ്ഡ് ആവുകയും ചെയ്യും. നമ്മളുടെ കണ്ണിലുള്ള ഐ ടിഷ്യൂസിന് ഓക്സിജനും നറിഷ്മെൻറ്റും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഫങ്ഷൻ. ഇത്രയുമാണ് നമുക്ക് അടയാളപ്പെടുത്താനായാലും ഫങ്ഷൻസ് ആയിട്ടും ചോദിക്കാം. ഇതെല്ലാം എൻ്റെ കുട്ടിയൊക്കെ ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. ആൻഡ് വൈകുന്നേരമുള്ള നമ്മുടെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല, ഈ ഒരു അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ഫ്ലൂയിഡ് മിസ് പറഞ്ഞു ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് തിരികെ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ്ഡ് ആവും. പക്ഷേ ഈ ഫ്ലൂയിഡിൻ്റെ റീഅബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ ഇതിങ്ങനെ കണ്ണിൽ കെട്ടിക്കിടന്ന് അവിടെ ആ ഒരു പ്രഷർ, മർദ്ദം കൂടിയിട്ട് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ നശിച്ച് നമുക്ക് അവസാനം ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ അന്ധതയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു അസുഖമുണ്ട്, ഒരു ഐ ഡിസോർഡർ ഉണ്ട്. അത് ഏതാണെന്ന് എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി, മിസ്സിൻ്റെ ഡയഗ്രം എൻ്റെ മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്ക് നമ്മുടെ SSLC എക്സാം തകർക്കാം. അപ്പോൾ നമ്മുടെ 7:30 ലൈവ് മിസ് ചെയ്യാതിരിക്കും.